കണ്ണീരില്ലാത്ത രാജ്യത്തിൽ നാം എണ്ണി തീരാത്ത ദൂതരുമാ. എറ്റേണിറ്റി ടു എറ്റേണിറ്റി, നിത്യത മുതൽ നിത്യത വരെ. അതിൽ 4ഉം 5ഉം യുഗങ്ങളുടെ സ്റ്റഡിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അല്പം അറിവിന് വേണ്ടി പറയുകയാണ്. ആദ്യമേ തന്നെ 72 സംഭവങ്ങളാണ് 4ാം യുഗത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുക. 72 സംഭവങ്ങളാണ് 4ാം യുഗത്തിൽ പഠിക്കാൻ കഴിയുന്നത്. എന്നാൽ ആസന്നമായ 25 സംഭവങ്ങൾ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 72 സംഭവങ്ങൾ കറക്റ്റ് കാണാം. അല്പം ബ്രാഞ്ച് അടക്കം പഠിക്കുകയാണെങ്കിൽ 78ഓളം ഉണ്ട്. അതിൻ്റെ അകത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. ഇവിടെ കൃത്യമായൊരു അറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സുനിൽ ഇപ്പോൾ വായിക്കുന്നതാണ്. 20 things to come. 20 കാര്യങ്ങളാണ് വരാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതും ഇതുമായിട്ട് എന്താ വ്യത്യാസം നിങ്ങൾക്ക് തോന്നും? വ്യത്യാസമില്ല. 20 കാര്യങ്ങൾ ചരിത്രത്തിലേക്ക് വരാനുള്ളതാണ്. ആ 20 കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ നടക്കുന്ന എത്ര സംഭവങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 20 കാര്യങ്ങൾ ഇനി വരാനുണ്ട്. ആ വരാനുള്ള 20 കാര്യങ്ങളെ 2ആയി തിരിച്ച് പഠിക്കാൻ പറ്റും. വായിക്കാം. ആ 2 ഭാഗവും ഒരുമിച്ച് വായിക്കാം. In this world there are 17 things. ഈ ലോകത്തിൽ വെച്ച് 17 കാര്യങ്ങളാണ് വരാനുള്ളത്. ഈ ചരിത്രത്തിൽ തന്നെ ഇനി 17 കാര്യങ്ങൾ വരാനുണ്ട്. എന്നാൽ ഈ ലോകശേഷം അഥവാ ഈ പ്രപഞ്ചം കത്തിയെരിഞ്ഞ ശേഷം വായിക്കാം. There will be 3 things after this world. 3 കാര്യങ്ങൾ വരാനുണ്ട് ഈ പ്രപഞ്ചം തീർന്ന ശേഷം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്, നമ്മുടെ അറിവ് കുറച്ചുകൂടെ വിശാലമാകണം. ഈ നിലയിൽ പൊതുവെ പഠനങ്ങൾ വന്നിട്ടില്ല. എന്നാൽ വിശാലമായ ഈ പഠനത്തിൽ എല്ലാവരും വളരെ ഭംഗിയായി പഠിക്കുന്നുണ്ട്. അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 20 കാര്യങ്ങളാണ് ഇനി നമുക്ക് വന്നു ചേരാനുള്ളത്. അതിൽ 17 കാര്യങ്ങൾ ഈ ലോകം നിലനിൽക്കുമ്പോൾ വന്നു ചേരാനുള്ളതാണ്. ഈ ലോകം നിലനിൽക്കുമ്പോൾ വന്നു ചേരാനുള്ളത്. എന്നാൽ 3 കാര്യങ്ങൾ ഈ പ്രപഞ്ചം കത്തി തീർന്ന ശേഷം വരാനുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു അറിവ് പ്രഥമത നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ പഠനം എവിടെ വരെ എത്തി എന്നുള്ളത് നിങ്ങൾ അല്പം കഴിയുമ്പോൾ മനസ്സിലാക്കും. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. 850 കോടി ജനങ്ങൾ ഇന്ന് ലോകത്തിലുണ്ടെങ്കിൽ 850 കോടി ജനങ്ങളും ഈ കാര്യം മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്ക് വായിക്കാം ഈ വിഷയങ്ങൾ എങ്ങനെയൊക്കെയാണ്. പ്രൈസ് ഗോഡ്. ഈ ലോകത്തിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. Coming into this world, the ages to come. Ephesians 2 verse 6, Revelation 3 verses 10 and Revelation 20 verse 6. എഫേസ്യർ 2:6 ഇപ്പോൾ സുനിൽ വായിക്കും. ജീന മറ്റ് 2 വാക്യങ്ങളും വേഗം വായിക്കും. Ephesians 2:6, and raised us up with him and made us to sit with him in the heavenly places in Christ Jesus. 5ാം വാക്യം കൂടെ വായിച്ചോളൂ. Even when we were dead through our trespasses, made us alive together with Christ. By grace have you been saved. അടുത്ത വാക്യം. And raised us up with him and made us to sit with him in the heavenly places in Christ Jesus. നെക്സ്റ്റ് വാക്യം കൂടെ വായിച്ചോളൂ. That in the ages to come മതി. he might show the ages to come. യുഗങ്ങൾ വരുന്നു. ഷാർജയിൽ നടന്ന മീറ്റിങ്ങിൽ ഈ കാര്യം ഞാൻ അവിടെ സൂചിപ്പിച്ചിരുന്നു. യുഗങ്ങൾ വരുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നുകൂടെ എടുത്തു പറയുകയാണ്.
20 കാര്യങ്ങളാണ് ഇനി വരാനുള്ളത്. അത് 2 ഭാഗമായിട്ട് തിരിച്ചു. 17 കാര്യങ്ങൾ ഈ പ്രപഞ്ചം ഉള്ളപ്പോൾ വരേണ്ടതാണ്. ഈ പ്രപഞ്ചം കത്തി ചെയ്ത ശേഷം 3 എണ്ണം വരണം. എന്നാൽ 72 സംഭവങ്ങൾ നടക്കാനുണ്ട്. ആ 72 സംഭവങ്ങളിൽ ആസന്നമായ സംഭവങ്ങൾ നമുക്ക് പഠിക്കേണ്ടത് 25 എണ്ണമാണ്. കൃത്യമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുക. ഇപ്പോൾ യുഗങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആ 2 യുഗങ്ങൾ ഏതാണ് നമുക്കറിയാം. 3:10 വെളിപ്പാട് 3:10 ജീന വായിച്ചാട്ട് 2. വെളിപ്പാട് 3:10 സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലം, അവർ ഓഫ് ടെംപ്റ്റേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ആ പരീക്ഷാകാലത്തിന് 31 ടൈറ്റിലുകൾ ഉണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. 31 ടൈറ്റിലുകൾ പരീക്ഷാകാലത്തിന് വേണ്ടി പറയാനുണ്ട്. ആമേൻ. ആ പരീക്ഷാകാലത്താണ് തിലിപ്സിസ്റ്റിസ് മെഗാലീസ് ഗ്രേറ്റ് ട്രിബുലേഷൻ വരുന്നത്, മഹാകഷ്ടം വരുന്നത്. ആ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്നുകൂടെ കൊണ്ടുവരികയാണ്. 5 യുഗങ്ങളിൽ 3 യുഗങ്ങളിൽ മഹാകഷ്ടമുണ്ട്. 5 യുഗങ്ങളാണ് ബൈബിൾ പഠിക്കാനുള്ളത്. അതിൽ 3 യുഗങ്ങളിൽ മഹാകഷ്ടമുണ്ട്. അതിലേറ്റവും വലിയ കഷ്ടം വരുന്നതാണ് പരീക്ഷാകാലത്തിൽ വരുന്ന കഷ്ടം. ഇനി 20:6 വെളിപ്പാട് 20:6 ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. അവരുടെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. പരീക്ഷാകാലം കഴിയുമ്പോഴാണ് യേശു ക്രിസ്തു ഒലിവ് മലയിൽ വരുന്നത്. യേശു ക്രിസ്തു ഒലിവ് മലയിൽ വരുന്നത് പരീക്ഷാകാലം കഴിയുമ്പോഴാണ്. അറിഞ്ഞിരിക്കണം. ആ ടൈമിൽ 1000 ആണ്ട് ആരംഭിക്കുക. ക്രിസ്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1000 ആണ്ടാണ്. അപ്പോൾ 2 യുഗങ്ങൾ വരാനുണ്ട്. അതാണ് ഏജസ് ടു കം എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. 2 യുഗങ്ങൾ വരുവാനുണ്ട്. നമുക്ക് മുമ്പോട്ട് പോകാം, അതിനെക്കുറിച്ച് വിശാലമായി പഠിക്കാം. അടുത്തത് Jehovah, Psalms 96 verse 13, Isaiah 26:21, Isaiah 19 verse 1 and 66 verse 15. യഹോവ വരുന്നു എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഹോവ വരുന്നതിനെ കുറിച്ച് ഒട്ടനവധി വാക്യങ്ങളുണ്ട്. യെശയ്യാവിൽ തന്നെ നിരവധി വാക്യങ്ങളാണ്. നമുക്ക് തൽക്കാലത്തേക്ക് 96-ാം സങ്കീർത്തനം 13-ാം വാക്യം ഒന്ന് വായിക്കാം. യഹോവ വരുന്നു. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തതയോടും കൂടെ വിധിക്കും. യഹോവ ഭൂമിയെ വിധിക്കാൻ, ജാതികളെ വിധിക്കാൻ, മനുഷ്യരെ വിധിക്കാൻ വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. യഹോവ വരുന്നു. നമ്മൾ പഠിച്ചു വരുന്ന കാര്യം ശ്രദ്ധിക്കുക. കാലങ്ങൾ വരുന്നു അഥവാ യുഗങ്ങൾ വരുന്നു. 2 യുഗങ്ങൾ. ഇവിടെ യഹോവ വരുന്നു. യഹോവ വരുന്നതിനെ കുറിച്ച് വീണ്ടും വിശാലമായി നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അടുത്തത് യെശയ്യാവ് 20 ഇപ്പോൾ വന്നിരിക്കുന്ന ലൈൻ വായിക്കാം. ആ വാക്യം നമുക്ക് വായിക്കേണ്ടി വരും ഇച്ചിരി കഴിയുമ്പോൾ. യഹോവയുടെ ദിവസം. യഹോവയുടെ ദിവസം വരുന്നു. കാലങ്ങൾ വരുന്നു. യഹോവ വരുന്നു. യഹോവയുടെ ദിവസം വരുന്നു. നമുക്ക് അതൊന്ന് വായിക്കാം. ഇംഗ്ലീഷിൽ യെശയ്യാവ് 13:5-6 ഒന്ന് വായിക്കണം ഇംഗ്ലീഷിൽ. They come from a far country, from the uttermost part of heaven, even Jehovah and the weapons of his indignation to destroy the whole land. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. സുനിൽ വായിച്ചപ്പോൾ കൃത്യമായിട്ട് പാർട്ട്
അത് അറേഞ്ച് ചെയ്താൽ വായിച്ച്. അത് എത്ര പേർ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. ആ വാക്യം ഒന്നുകൂടെ സുനിൽ നിർത്തി ഒന്ന് വായിക്കണം. They come from a far country. ഫാർ കൺട്രിയിൽ നിന്നാണ് വരുന്നത്. ഫാർ കൺട്രിയിൽ നിന്ന്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ദൂരെയുള്ള രാജ്യത്ത് നിന്നാണ് യഹോവ വരുന്നത്. യഹോവയുടെ കോപത്തിൻ്റെ ആയുധങ്ങളും വരുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ദൂരെയുള്ള രാജ്യം. ഏതാണ് ദൂരെയുള്ള രാജ്യം? വിശാലമായി നമുക്ക് അറിയേണ്ടതാണ്. നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്, നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ് സ്വർഗരാജ്യം. ഹെവൻലി കിങ്ഡം എന്ന് പറയുന്നത് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ്. ആ രാജ്യത്തിൽ നിന്നാണ് യഹോവ വരുന്നത്. ആ വാക്യം അടുത്തതും കൂടെ വായിക്കാം. ആ വാക്യം തന്നെ ഒന്ന് വായിച്ചാട്ടെ. They come from a far country, from the uttermost part of heaven. Uttermost part of the heaven. Uttermost part of the heaven. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെയാണ് പഠിക്കേണ്ടത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ ഇത് സംബന്ധിച്ച് വിശാലമായൊരു പാഠഭാഗമുണ്ട്. ഞാൻ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. ആ ഭാഗം നമുക്ക് പിന്നീട് പഠിക്കേണ്ടി വരും. കാരണം നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിൽ എന്തെല്ലാം ഉണ്ട് എന്ന പഠനത്തിലേക്ക് നമ്മൾ വരാൻ പോവുക. അപ്പോൾ അവിടെ വരുമ്പോൾ ഇത് വിശാലമായി നമ്മൾ പഠിക്കും. ആമേൻ. നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം ജീന ഇപ്പോൾ വായിക്കും. എഫേസ്യർ ലേഖനം 4:10 ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പോയിരിക്കുന്നത് സ്വർഗത്തിലാണെന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. പിതാവിൻ്റെ അടുക്കലാണ് പോയിരിക്കുന്നതെന്ന് അപ്പോസ്തലത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു പോയത് സ്വർഗത്തിലാണ്, പിതാവിൻ്റെ അടുക്കലാണ്. ഇവിടെ പറയുന്നു സ്വർഗാദി സ്വർഗങ്ങൾക്ക് മീതെയാണ് പോയിരിക്കുന്നത്. സ്വർഗാദി സ്വർഗങ്ങൾക്ക് മീതെ സ്വർഗമുണ്ടോ? ആമേൻ. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കേണ്ടതാണ്. സ്വർഗാദി സ്വർഗങ്ങൾക്ക് മീതെ സ്വർഗമുണ്ടോ? ഉണ്ട്. ആ സ്വർഗത്തിൻ്റെ പേരാണ് എവർലാസ്റ്റിംഗ് ഹെവൻസ് ഓഫ് ഹെവൻസ്, അഥവാ നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ. അത് സംബന്ധിച്ച് നമ്മൾ പഠിച്ചതാണ്. അടുത്ത ഭാഗത്തേക്ക് വരുന്നുണ്ട്. അവിടെ എന്തെല്ലാം ഉണ്ട് എന്നതിലേക്ക് നമ്മൾ എത്താൻ പോകുകയാണ്. അവിടെ മുതലാണ് നമ്മുടെ സ്റ്റഡി ശരിക്ക് ആരംഭിക്കുക. ഇതുവരെ ആ വലുപ്പത്തിൽ പറഞ്ഞാൽ മുഖവര കഴിഞ്ഞിട്ടില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കാൻ പോകുകയാണ്. സ്വർഗാദി സ്വർഗങ്ങളിൽ എന്തുണ്ട്? അവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, ഭൂമിയിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവുണ്ട്. ഇനി നമ്മൾ 3-ാം ഭാഗത്തേക്ക് വരുമ്പോൾ, 3-ാമത്തെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ വിശാലമായി പഠിക്കും. ഇവിടെ ഒന്ന് അറിഞ്ഞിട്ട് പോകണം, നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണം. 13-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ കൃത്യമായി പറയുന്നു, ഫാർ കൺട്രി, ദൂരെയുള്ള രാജ്യത്തു നിന്നാണ് വരുന്നത്. അതും അട്ടർമോസ്റ്റ് പാർട്ട് ഓഫ് ദി ഹെവൻസ്, സ്വർഗങ്ങളുടെ അട്ടർമോസ്റ്റ് പാർട്ട് ഓഫ് ദി ഹെവൻ. അങ്ങനെ ഉണ്ടോ? ഉണ്ട്. ഈ കാണുന്ന നിർമ്മിതമായ സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും നെഹമ്യാവിൽ നമ്മൾ വായിച്ചതാ. നിർമ്മിതമായ സ്വർഗങ്ങളും സ്വർഗാദി സ്വർഗങ്ങളും. അതിനപ്പുറത്താണ് അട്ടർമോസ്റ്റ് പാർട്ട് ഓഫ് ദി ഹെവൻ. അവിടെ നിന്നാണ് യഹോവ വരുന്നത്. ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞിട്ടില്ല, നമുക്ക് മുൻപോട്ട് പോകണം. ഇവിടെ ദ ഡേ ഓഫ് ദ ലോർഡ്, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഇവിടെ വരുന്നത് യഹോവയുടെ ദിവസം. അപ്പോൾ യഹോവ വരുന്നു, യഹോവയുടെ ദിവസം വരുന്നു, യുഗങ്ങൾ വരുന്നു. ആ വാക്യത്തിൽ തന്നെ കോപത്തിൻ്റെ ആയുധങ്ങളും വരുന്നുണ്ട്. അത് നമ്മൾ പിന്നാലെ പഠിക്കും. ഇവിടെ നമ്മൾ ഒന്നിച്ച് പഠിക്കുകയാണ്. യുഗങ്ങൾ വരുന്നു, യഹോവ വരുന്നു, യഹോവയുടെ ദിവസം വരുന്നു. ഞാൻ എടുത്തു പറയുന്നത്, ഈ സ്റ്റഡി പൊതുവെ വന്നിട്ടില്ല, മറ്റൊരു രീതിയിലാണ് സ്റ്റഡി വന്നത്. അതുകൊണ്ടാണ് കുഴഞ്ഞു മറിഞ്ഞ ഉത്തരങ്ങളില്ലാത്തത്. പ്രൈസ് ഗോഡ്. മഹാഘട്ടത്തിന് മുമ്പാണോ യേശു വരുന്നത്? മഹോപദ്രവത്തിന് ശേഷമാണോ വരുന്നത്? മഹോപദ്രവത്തിന് മധ്യത്തിലാണോ വരുന്നത്? മധ്യത്തിൽ വരുന്നവരിൽ 4 തരം പഠനങ്ങളാണ്. അപ്പോൾ ഒരുപാട് പഠനങ്ങളുള്ളതുകൊണ്ട്
ശരിക്കും പറഞ്ഞാൽ ഇത് കൃത്യമായി ബൈബിളിൽ നിന്ന് വായിച്ചു പഠിച്ചാൽ ഈ പറഞ്ഞ ചോദ്യങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായി നമുക്ക് ഉത്തരം ലഭിക്കുന്നതാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കാം. അപ്പം നമുക്കിവിടെ കൃത്യമായി കിട്ടി. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് വായിക്കേണ്ടതുണ്ട്. വായിക്കാം. ഈ 2 വാക്യങ്ങളും ജീന വായിക്കണം. ടൈറ്റിൽ വായിച്ചാട്ട്. The name Jehovah. യഹോവയുടെ നാമം വരുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന വാക്യം വളരെ ശ്രദ്ധിക്കുക. യഹോവയുടെ നാമം വരുന്നുണ്ട്. യെശയ്യാവ് 30:27 വായിച്ചാട്ടെ മോളെ. യെശയ്യാവ് 30:27 ഇതാ കോപം ജ്വലിച്ചും കനത്ത പുക പുറപ്പെടുവിച്ചും കൊണ്ട് യഹോവയുടെ നാമം ദൂരത്ത് നിന്ന് വരുന്നു. മതി. അവന്റെ ആ വാക്യം എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. ജീനമോള് നിർത്തി വായിക്കുക. വളരെ ഭംഗിയായിട്ട് വായിച്ചതിന് നന്ദി. ഇനി ഒരു വട്ടം കൂടെ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വാക്യത്തിൽ വായിച്ചാട്ടെ. ഇതാ കോപം ജ്വലിച്ചും കോപം ജ്വലിച്ചുകൊണ്ട് 2 കനത്ത പുക പുറപ്പെടുവിച്ചും കൊണ്ട് കനത്ത പുക പുറപ്പെടുവിച്ചും കൊണ്ട് 3 യഹോവയുടെ നാമം ദൂരത്ത് നിന്ന് വരുന്നു. ദൂരത്ത് നിന്നാണ് വരുന്നത്. ആ വാക്യം ഒന്ന് സുനിൽ ഒന്ന് വായിക്കാമോ ഇൻ ഇംഗ്ലീഷ്? Uh, 30:27. Behold, the name of Jehovah cometh from far. ദൂരത്ത് നിന്നാണ് വരുന്നത്. 13-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. ആ ദൂരത്ത് വാക്ക് ഫാർ കൺട്രിയാണ്. പൊതുവേ നമ്മുടെ ശ്രദ്ധയിൽ വരാത്തൊരു കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ദൂരെ രാജ്യത്ത് നിന്ന് എന്തൊക്കെ വരുന്നുണ്ട്? യുഗങ്ങൾ വരുന്നുണ്ട്, യഹോവ വരുന്നുണ്ട്, യഹോവയുടെ ദിവസം വരുന്നുണ്ട്, യഹോവയുടെ നാമം വരുന്നുണ്ട്. ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നു എന്നറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് 14:9 വായിക്കണം. സെഖര്യാവ് 14:9. സെഖര്യാവ് 14:9 യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. ആ നാളിലാണ് ഏകനാമം ലോകം അറിയാൻ പോകുന്നത്. നിങ്ങൾ 14-ാം അധ്യായം ശ്രദ്ധിക്കുമ്പോൾ 4-ാം വാക്യം മുതൽ വായിച്ചാൽ ഒലീവ് മലയിൽ വന്ന് കാല് ചവിട്ടുന്ന കാര്യമാണ്. ഒലീവ് മലയിൽ വന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഏകനാമം, ഏക ദൈവം എന്ത് എന്നറിയാൻ പോകുകയാണ്. ആമേൻ. ആ വാക്യം നമുക്ക് ഒന്നിച്ചൊന്ന് വായിക്കാം. ജീന നിർത്തി ഒന്ന് വായിച്ചാട്ടെ. യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും സർവഭൂമിക്കും രാജാവായിരിക്കുന്ന സമയത്താണ് ഏകനാമം. ആമേൻ. സർവഭൂമിക്കും രാജാവായിരിക്കുന്ന സമയത്താണ് ഏകനാമം. 1000 ആണ്ടിൽ ഏകനാമം ലോകം മുഴുവൻ അറിയുമെന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് വിശ്വാസത്താൽ നമ്മൾ സ്വീകരിച്ചു. വിശ്വാസത്താൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ലോകം മുഴുവൻ കാണുകയും അനുഭവിക്കുകയും ചെയ്യാൻ പോകുകയാണ്. അതിനു മുമ്പേ തന്നെ ഇത് അനുഭവിക്കാൻ അവസരം കിട്ടിയ, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന, ദൈവം ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന എത്ര ജീവിതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സൂം വഴി കേൾക്കുന്നവർ മാത്രമല്ലല്ലോ, വിവിധ മാധ്യമങ്ങൾ വഴി കേൾക്കുന്നുണ്ടല്ലോ. എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഇതുവരെ നിനക്ക് അങ്ങനെ ശരിയായ യഹോവയുടെ നാമം ഏകമാണെന്നും ആ രാജകീയ പദവിയിലുള്ള അനുഭവങ്ങൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് നിരവധിയാണ്. അത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് നാഥ ആ നാമത്തിൻ്റെ ശക്തി അനുഭവിപ്പാൻ, ആ നാമത്തിൻ്റെ ടേസ്റ്റ് അനുഭവിപ്പാൻ, ആ നാമത്തിൻ്റെ ഗുണഗണങ്ങൾ അനുഭവിപ്പാൻ
ഞങ്ങൾ ഇതാ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ആമേൻ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറയാൻ പറ്റുമോ? സുനിൽ ഇതറിയാതെ തന്നെ ഒരു പാട്ട് പാടി, ആ നാമത്തെക്കുറിച്ച് രണ്ടുപേരും പാടി. പ്രൈസ് ഗോഡ്. എനിക്ക് വളരെ ഇഷ്ടമായി. ഇന്ന് നമുക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോകണം. ഈ നാമം വളരെ വിലപ്പെട്ട നാമമാണ്. ആ നാമത്തിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ആ നാമം വരുമ്പോഴുള്ള അനുഭവങ്ങളും പഠിക്കണം. അതിലേക്ക് നമ്മൾ കടക്കാൻ പോകുകയാണ്. ഇതൊന്നിച്ച് വായിക്കാമോ സുനിൽ? Jehovah, the day of Jehovah and the name of Jehovah come together. യഹോവയും യഹോവയുടെ ദിവസവും യഹോവയുടെ നാമവും ഒന്നിച്ചു വരുന്നു. ആ വാചകം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ ഇവിടെ തർക്ക വിതർക്കങ്ങളുള്ള പല കാര്യങ്ങളും ഒഴിവാകാൻ പോവുക. പ്രൈസ് ദ ലോർഡ്. മഹാകഷ്ടത്തിന് മുമ്പിൽ വരുന്നുണ്ടോ? പിന്നെ ഈറ്റുനോവിൻ്റെ സമയത്ത് വരുന്നുണ്ടോ? കഷ്ടത്തിൻ്റെ മധ്യത്തിലാണോ വരുന്നത്? കഷ്ടത്തിൻ്റെ മധ്യത്തിലാണോ വരുന്നത്? അതോ മഹാകഷ്ടം കഴിഞ്ഞാണോ വരുന്നത്? എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ ഒരു ചോദ്യവും ആവശ്യമില്ലാതെ ഈ സൈഡ് കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ എളുപ്പത്തിൽ ഉത്തരം എന്താണ്. ആമേൻ. അതിലേക്ക് നമ്മളിപ്പോൾ കടക്കും. ഞാനിവിടെ ഒന്ന് തീർത്ത് പറഞ്ഞു പോകട്ടെ. യഹോവയും യഹോവയുടെ ദിവസവും യഹോവയുടെ നാമവും യഹോവയുടെ കോപത്തിൻ്റെ ആയുധങ്ങളും ഒന്നിച്ചു വരികയാണ്. നിങ്ങൾ എഴുതിക്കോളൂ. യുഗങ്ങൾ വരുന്നു, യഹോവ വരുന്നു, യഹോവയുടെ ദിവസം വരുന്നു, യഹോവയുടെ നാമം വരുന്നു, യഹോവയുടെ കോപത്തിൻ്റെ ആയുധങ്ങൾ വരുന്നു. ഈ 5 കാര്യങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ ആഴത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ഈ വാക്യങ്ങളിലേക്ക് ഒന്ന് കടക്കുകയാണ്. ഇപ്പോൾ വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കേണ്ടിയിരിക്കുന്നു. ഇനി എല്ലാവരോടും ഞാൻ പറയുകയാണ്, വായിക്കാം നമുക്ക്. യെശയ്യാവ് 26:21, 19:1, 66:15 വായിച്ചേട്ട മോളെ. യെശയ്യാവ് 26:21. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിപ്പാൻ തന്റെ സ്ഥലത്ത് നിന്ന് ഇതാ വരുന്നു. മതി. തന്റെ സ്ഥലത്ത് നിന്ന് ഇതാ വരുന്നു. നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകൾ കൃത്യമായി പഠിച്ചവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേഗം വരും, ഓർമ്മ വരും. യഹോവയുടെ നിവാസം, യഹോവയുടെ വാസം എവിടെയാണെന്ന് യെശയ്യാവ് 63:15 നിന്ന് നമ്മൾ വായിച്ചിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ദൈവത്തിൻ്റെ തേജസ്സും വിശുദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗങ്ങളാണത്. ദൈവത്തിൻ്റെ തേജസ്സും വിശുദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗങ്ങളാണത്. ആ വാക്യം എഴുതി വെച്ചോളൂ. ഐശ്യ 63:15. അത് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ്. അങ്ങനെയെങ്കിലും ഒരു വാചകം അവിടെ കറക്റ്റ് കിട്ടി. തൻ്റെ സ്ഥലത്ത് നിന്ന് വരുന്നു. തൻ്റെ സ്ഥലത്ത് നിന്ന് വരുന്നു. ഏതാണ് തൻ്റെ സ്ഥലം? ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ മഹത്വവും നിറഞ്ഞു നിൽക്കുന്ന നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ് ആ സ്ഥലം. അവിടെ നിന്നാണ് യഹോവ വരുന്നത്. അവിടെ നിന്നാണ് യഹോവയുടെ ദിവസം വരുന്നത്. അവിടെ നിന്നാണ് യഹോവയുടെ നാമം വരുന്നത്. അവിടെ നിന്നാണ് യുഗങ്ങൾ വരുന്നത്. അവിടെ നിന്നാണ് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ആയുധങ്ങൾ വരുന്നത്. പഠനം വളരെ വിശാലമായി നിങ്ങളുടെ കയ്യിൽ കിട്ടട്ടെ. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായി എഴുതി എന്ന് ഞാൻ കരുതുന്നു. ഇത് ഒരുമിച്ച് വരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പോരാ. 66:15 അതിന് ക്യാരക്ടറും കൂടെ നമുക്ക് പഠിക്കാം. യെശയ്യാവ് 66:15. യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശാസനയെ അഗ്നിജ്വാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും. അഗ്നിയിൽ പ്രത്യക്ഷമാകും. അഗ്നിയിൽ പ്രത്യക്ഷമാകും.
ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, ഇതെല്ലാം കൂടെ ഒരു പാക്കേജാണ്. പക്ഷെ ആ ഒരു പാക്കേജ് സമയാസമയങ്ങളിൽ നിറവേറുന്നത് എങ്ങനെ എന്ന് ഭംഗിയായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് കടക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് താഴേക്കൊന്ന് കടക്കാം. അടുത്ത ഭാഗത്തേക്ക് നമുക്കൊന്ന് വരേണ്ടിയിരിക്കുന്നു. യഹോവയുടെ ദിവസം സംബന്ധിച്ച് യോവേൽ എന്ത് പറയുന്നു? 2-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം മോളെ. 2-ാം അധ്യായം 30 മുതൽ. യോവേൽ 2:32. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും 30 മുതൽ. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. യെസ്, രക്തവും തീയും പുകത്തൂണും തന്നെ. അതെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും. ഇവിടെ കൃത്യമായി ശ്രദ്ധിക്കുക. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ. ആ നാൾ വരുന്നതിന് ലക്ഷണം എന്താ? കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ആ നാൾ വരും മുമ്പ് എന്ത് സംഭവിക്കും? വായിച്ച മോളെ. സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായി മാറിപ്പോകും. സൂര്യൻ കറുത്തുപോകും, ഇരുണ്ടുപോകും, ചന്ദ്രൻ രക്തമായി തീരും. ആ ടൈമിൽ യഹോവയുടെ ദിവസം വരികയാണ്. ആമേൻ. എനിക്കിവിടെ അറിയാനുള്ള ആവശ്യം, യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് 16 ഗ്രന്ഥങ്ങളിലാണ് കിടക്കുന്നത്. നിങ്ങളുടെ വിശാലമായ അറിവിന് വേണ്ടി പറയുകയാണ്. 16 ഗ്രന്ഥങ്ങളിൽ ബൈബിളിൽ കാണുന്നൊരു വിഷയമാണ് യഹോവയുടെ ദിവസം. ആ ദിവസം എന്ന് ആരംഭിക്കും? സ്പഷ്ടമായി ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് എടുക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം നമ്മൾ വീണ്ടും വായിക്കും. അത് എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. 2 തെസ്സലോനിക്ക അപ്പോസ്തല പ്രവൃത്തി 2:20 മുതൽ വായിച്ചിട്ട് വേണം നമുക്ക് അതിലേക്ക് പോകാൻ. അപ്പോസ്തല പ്രവൃത്തി 2:20 മുതൽ വായിച്ചിട്ട് വേണം. അപ്പോസ്തല പ്രവൃത്തി 2:20. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ മതി. സൂര്യൻ. യോവേൽ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് പത്രോസ് ആരംഭിക്കുന്നത്. 2-ാം അധ്യായം 15 മുതൽ ആരംഭിക്കുമ്പോൾ 22 വരെ യോവേൽ പ്രവചനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടാണ്. യോവേൽ പറഞ്ഞത് യഹോവയുടെ വലുതും പ്രസിദ്ധമായ നാളെന്നാ. അത് പത്രോസ് പറയുന്നു കർത്താവിൻ്റെ ദിവസമാണ്. ആമേൻ. കൃത്യമായി എഴുതുക. യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ദിവസമാണ്. ഈ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. ആ വലുപ്പത്തിലാണ് ഇത് പഠിക്കേണ്ടത്. അപ്പോൾ യഹോവയുടെ ദിവസം വരുമ്പോൾ സൂര്യൻ ഇരുൾ പോകും, ചന്ദ്രൻ രക്തതുല്യമായി തീരും. അതൊരു ലക്ഷണമാണ്. അത് വലുതും പ്രസിദ്ധമായ നാളാണ്, ഭയങ്കരമായ നാളാണ്. ഇതെല്ലാം അറിയാം. അതിലേക്ക് നമുക്ക് പിന്നെ വരാം വളരെ വിശാലമായിട്ട്. ഇത്രയും പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പാക്കേജാണ്. യഹോവയുടെ ദിവസം ഏത് എന്നറിയുമ്പോഴാണ് ഇനി കാര്യം മനസ്സിലാകുക. നമുക്ക് മുമ്പോട്ട് പോകാം. സുനിൽ വായിക്കാം. The day of the Lord, including the 4th and the 5th ages. 4ഉം 5ഉം യുഗങ്ങൾ ചേർന്നതാണ് കർത്താവിൻ്റെ ദിവസം, യഹോവയുടെ ദിവസം. 4ഉം 5ഉം യുഗങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. പരീക്ഷാകാലവും 1000 ആണ്ടും ചേർന്നതാണ് യഹോവയുടെ ദിവസം അഥവാ കർത്താവിൻ്റെ ദിവസം. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. നമുക്ക് ഇതും കൂടി ഒന്ന് വായിക്കാം വേഗത്തിൽ. On the day of the Lord, the end of 2 types of government in history. ചരിത്രത്തിൽ യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് 2 തരം ഗവൺമെൻറ്റുകളുടെ അവസാന രംഗമാണത്. 2 തരം ഗവൺമെൻറ്റുകളുടെ.
ഇത് വായിക്കാം നമുക്ക്. കർത്താവിന്റെ ദിനത്തിൽ 4-ാമത്തെയും 5-ാമത്തെയും യുഗങ്ങൾ ഉൾപ്പെടുന്നു. ചരിത്രത്തിലെ 2 തരം ഗവൺമെന്റുകളുടെ അവസാനം. ഇതെന്താണ് എന്നറിയാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ആശയം ഞാനിപ്പോൾ പറയാം, അതൊന്ന് പതിച്ചു വെച്ചോളൂ. ലോകത്തിൽ ഇന്ന് ഇവിടെ 2 തരം ഗവൺമെൻറ്റാണ്. ഒന്ന് മനുഷ്യരുടെ ഗവൺമെൻറ്, 2 പൈശാചിക ഗവൺമെൻറ്. ദൈവമക്കൾക്കാണ് ദൈവിക ഗവൺമെൻറ് ഉള്ളത്. ദൈവിക ഗവൺമെൻറ്, തിയോക്രാറ്റിക് കിങ്ഡം, അത് നശിക്കുന്നില്ല, അത് അവസാനിക്കുന്നില്ല. എന്നാൽ 2 തരം ഗവൺമെൻറ് യഹോവയുടെ ദിവസത്തിൽ അവസാനിക്കും. അവസാനിക്കാത്ത ഗവൺമെൻറ്റിലാണ് നമ്മൾ അംഗത്വം എടുത്തിരിക്കുന്നത് എന്നറിയുന്നവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാം നമുക്ക്. ഈ 2 തരം ഗവൺമെൻറ് ഏതാ? വേൾഡ് നേഷൻസ്, ലോകരാഷ്ട്രങ്ങൾ. 195 രാഷ്ട്രങ്ങൾ, 193+2 195 രാഷ്ട്രങ്ങളുണ്ട്. അത് മൊത്തം നശിക്കാൻ പോകുകയാണ്. മറ്റത് പൈശാചിക ഗവൺമെൻറ്റാണ്, അത് അധോലോക ഗവൺമെൻറ്റാണ്. വിശാലമായി നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കൃത്യമായി മനസ്സിലാക്കുക, 4ഉം 5ഉം യുഗങ്ങൾ ചേർന്നതാണ് യഹോവയുടെ ദിവസം. ആമേൻ. നമുക്ക് അതിനെക്കുറിച്ച് വിശാലമായി മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം ഞാൻ. ഇതൊന്ന് ഒരുമിച്ചൊന്ന് വായിക്കാം. സുനിൽ. Coming into this world, Jesus Christ. 1 Thessalonians 4 verse 16, Matthew 24 verse 30. The day of the Lord, Isaiah 13, 2 Thessalonians 2 verse 1 and 2, Kingdom of God from Mark 9 verse 1, Luke 21 verse 31. ഈ ഭാഗം ഞാൻ വായിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു അതിൻ്റെ ഒരു ചിത്രം നിങ്ങളുടെ കണ്ണിൽ പതിയണം. യേശു ക്രിസ്തു വരുന്നു എന്ന് 1 തെസ്സലോനിക്കർ 14:13 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ കാണാം. 1 തെസ്സലോനിക്കർ 4:13 മുതൽ 17 വരെ യേശു ക്രിസ്തു വരുന്നു. ആ വരുന്നത് എവിടെയാണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് മധ്യാകാശത്തിൽ വരുമെന്നാണ്. മധ്യാകാശം എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ 3 സ്ഥലത്തുണ്ട്. മെസൗറാനമെറ്റി എന്നാണ് അതിൻ്റെ ഗ്രീക്ക്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അതല്ല, അയേഴ എന്നാണ്. ആ വാക്കിന് അറ്റ്മോസ്ഫറിക് റീജിയൻ അല്ലെങ്കിൽ എയർ എന്നാണ് അർത്ഥം. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളിൽ അന്തരീക്ഷ മേഖലയിൽ അല്ലെങ്കിൽ വായുവിൽ യേശു വരുമെന്നാണ്. അയേറിയിൽ വരും. എന്താ 24:30 വരുമ്പോൾ അങ്ങനെയല്ല. മത്തായി 24:30 വരുമ്പോൾ യേശു ക്രിസ്തു ഭൂമിയിലാണ് വരുന്നത്. അപ്പോൾ യേശു ക്രിസ്തു വരുന്ന 2 സ്ഥലങ്ങൾ ഇവിടെ കണ്ടു. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നിർത്തി നിങ്ങൾ കേൾക്കുക. യേശു ക്രിസ്തു വരുന്ന 2 സ്ഥലങ്ങൾ നമ്മൾ ഇവിടെ കണ്ടു. ഒന്ന് അയേറയിലാണ് വരുന്നത്, മറ്റൊന്ന് ഭൂമിയിലാണ്. സെക്രാമിൻ്റെ പുസ്തകം ഭൂമിയിൽ ഏതാണെന്ന് പറയുന്നുണ്ട്, ഒലിവുമലയിലാണ്. കൃത്യമായി പറയാം, യേശു ക്രിസ്തു വരുന്നു. ഇനി അതോടൊപ്പം തന്നെ 2 തെസ്സലോനിക്കർ 2:1-2 ജീവനമാണെന്ന് വായിച്ച് എല്ലാവരും ആ വാക്യം ഒരുമിച്ച് വായിക്കണം കേട്ടോ. ഒരു വലിയ ഡൗട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തീരും. 2 തെസ്സലോനിക്കർ 2:1-2. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ആ വാക്യം എല്ലാവരും ശ്രദ്ധിച്ച് ഒന്നുകൂടെ വായിച്ചുമ്പോൾ ആ വാക്യം നന്നായി ശ്രദ്ധിക്കണം. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഒന്നാമത്തെ കാര്യം പ്രത്യക്ഷത. ആ പ്രത്യക്ഷതയുടെ സമയത്ത് അടുത്തത് അവന്റെ അടുക്കിലേക്ക് നമ്മൾ സമാഗമിക്കുകയാണ്. അവന്റെ അടുക്കിലേക്ക് നമ്മൾ സമാഗമിക്കുകയാണ്. അപ്പോൾ തന്നെ 2-ാം വാക്യം വായിക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു. ഇവിടെ കൃത്യമായ 3 പ്രതലം കാണുന്നു. ഒന്ന്
യേശു ക്രിസ്തുവിൻ്റെ വരവ്. 2, അവൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ തന്നെ യഹോവയുടെ ദിവസമായ കർത്താവിൻ്റെ ദിവസം വരുന്നു. എത്ര ഭംഗിയായിട്ട് കാര്യമിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് 3 ഒരുമിച്ചാണ് നടക്കുന്നത്. യേശു കർത്താവ് വരുന്നു, കർത്താവിൻ്റെ ദിവസം വരുന്നു. അത് വരുന്ന സമയത്ത് നമ്മൾ അയേറയിലേക്ക് എടുക്കപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ മഹാപീഠനത്തിന് മുമ്പാണ് പിമ്പാണെന്നൊന്നും ആവശ്യമില്ല. ഹല്ലേലൂയ. എത്ര ഭംഗിയായിട്ട് പഠിക്കാം. ഒരു തർക്കവും ആവശ്യമില്ല, ഒരു തർക്കവും വേണ്ട. സൂപ്പറായിട്ട് നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിലാണ്. ഇനി ജീന ആ വാക്യം 1ഉം 2ഉം നിർത്തി എല്ലാവരും വായിക്കും. ജീന വായിക്കുമ്പോൾ, ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും നമ്പർ 1. അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും നമ്പർ 2 സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് മതി. നമ്പർ 3. 3 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് വരുന്നു, കർത്താവിൻ്റെ നാളും അടുത്തിരിക്കുന്നു. ആ ടൈമിൽ നമ്മൾ അങ്ങോട്ട് പോകുകയാണ്. അവൻ്റെ അടുക്കൽ സമാഗമന. ആ സമയത്ത് ഭൂമി വരുന്നില്ല. ഭൂമിയിൽ വരുന്നെങ്കിൽ അടുക്കൽ സമാഗമനം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ അടുക്കിലേക്ക് വരുന്നതല്ലേ പറയേണ്ടത്. കൃത്യമായി മനസ്സിലാക്കുക. യഹോവ വരുന്നു, യഹോവയുടെ നാമം വരുന്നു, യഹോവയുടെ കോപത്തിൻ്റെ ആയുധങ്ങൾ വരുന്നു, യഹോവയുടെ ദിവസം വരുന്നു. ഈ വരുന്ന സമയത്ത് ക്രിസ്തു അയേറിയിൽ വരുന്നു, നമ്മൾ അങ്ങോട്ട് എടുക്കപ്പെടുകയാണ്. അവിടെ മുതൽ യഹോവയുടെ ദിവസം ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാവ് 13-ന്റെ 5, 6 വാക്യങ്ങൾ ഒരുമിച്ചൊന്ന് വായിക്കണം. 9-ാം വാക്യം വരെ വായിച്ചിരിക്കേണ്ടതാണ് ശരിക്കും. യെശയ്യാവ് 13:5-6 ദേശത്തെയൊക്കെയും നശിപ്പിപ്പാൻ ദൂരദേശത്തു നിന്നും ആകാശത്തിന്റെ അറ്റത്തു നിന്നും യഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും വരുന്നു. യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കൊണ്ട് മുറയിടുവീൻ, അത് സർവശക്തങ്ങളിൽ നിന്ന് സർവനാശം പോലെ വരുന്നു. അവിടെ എന്തെല്ലാം വരുന്നുണ്ടെന്ന് കൃത്യമായി എഴുതി. യഹോവ വരുന്നുണ്ട്, യഹോവയുടെ കോപത്തിന്റെ ആയുധങ്ങൾ വരുന്നുണ്ട്, യഹോവയുടെ ദിവസം വരുന്നുണ്ട്. ആമേൻ. ഇത് കൃത്യമായൊരു പാക്കേജ് ആണെന്ന് അറിഞ്ഞാൽ വളരെ എളുപ്പമായി പഠനം. ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. ഇനി 9-ാം വാക്യം കൊണ്ട് വായിച്ച മോളെ. പ്രൈസ് ദി ലോർഡ്. 9-ാം വാക്യം കൊണ്ട് വായിച്ചു നോക്കി. 13:9 ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടി വരുന്നു. 3 വിധ സ്വഭാവത്തോടു കൂടിയാണ് യഹോവയുടെ ദിവസം വരുന്നത്. 3 വിധ സ്വഭാവത്തോടു കൂടിയാണ്. ഇനി യഹോവയുടെ ദിവസം അവസാനിക്കുന്നത് എപ്പോൾ എന്ന് നിങ്ങൾക്ക് അറിവ് തരികയാണ്. നിങ്ങൾ വായിച്ചു നോക്കണം. 2 പത്രോസ് 3:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഇപ്പോൾ വായിക്കുന്നില്ല. യഹോവയുടെ ദിവസം വരുന്നത് ഭൂമിയും സ്വർഗങ്ങളൊക്കെ കത്തിച്ച് കളയാനാണ് വരുന്നത്. അത് കത്തിച്ച് കളയുന്നതോടുകൂടെ യഹോവയുടെ ദിവസം തീരും. നിങ്ങൾ എഴുതി വെച്ചോളൂ. യഹോവയുടെ ദിവസം ആരംഭിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ്? യഹോവ വരുന്നു, യഹോവയുടെ നാമം വരുന്നു, പ്രൈസ് ഗോഡ്, യുഗങ്ങൾ വരുന്നു, യഹോവയുടെ ദിവസം വരുന്നു, കോപത്തിൻ്റെ ആയുധങ്ങൾ വരുന്നു, 3 വിധ ക്യാരക്ടറോടുകൂടി വരുന്നു. ആ ടൈമിൽ നമ്മൾ എവിടേക്ക് പറക്കും? അയേറയിലേക്ക് പറക്കും. പിന്നെ ഇവിടെ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നടക്കാൻ പോകുകയാണ്. പ്രൈസ് ദ ലോർഡ്. വളരെ ചിന്താർഹമായ ഒരു കാലഘട്ടത്തേക്കാണ് വരുന്നത്. ലോകമേ നിങ്ങൾ ശ്രദ്ധിക്കണം. 195 രാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ട്രംപും ബഹുമാനപ്പെട്ട പുടിനും ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. താമസം കൂടാതെ ഇവിടെ യഹോവയുടെ ദിവസം ആരംഭിക്കാൻ പോകുകയാണ്. യഹോവയുടെ ദിവസം ആരംഭിക്കുമ്പോൾ ദിവസത്തിന് രാത്രിയും പകലുമുണ്ട്. ഒരു ദിവസത്തിന് രാത്രിയും പകലുമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം
5-6 വായിക്കുമ്പോൾ സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം നാം. ആദ്യം സന്ധ്യയാണ് ദിവസത്തിൻ്റെ കണക്ക്. അങ്ങനെയാണെങ്കിൽ പരീക്ഷാകാലം എന്ന് പറയുന്ന സന്ധ്യ ആദ്യം ആരംഭിക്കും. അത് കഴിഞ്ഞിട്ടാണ് 1000 ആണ്ട് പകൽ ഇവിടെ നടക്കുക. അങ്ങനെ ഒരു ദിവസം തീരും. അതാണ് യഹോവയുടെ ദിവസം. തൽക്കാലത്തേക്ക് നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും പറയുമ്പോൾ മനസ്സിലാക്കണം, 4 കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ കാണുകയാണ്. ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നു. 5 ഞാൻ പറഞ്ഞു. ഇപ്പോൾ തൽക്കാലത്തേക്ക് 4 പറയുന്നു. യുഗങ്ങൾ വരുന്നു, യഹോവ വരുന്നു, യഹോവയുടെ ദിവസം വരുന്നു, നാമം വരുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ ശക്തമായി വായിച്ചറിയാനുണ്ട്. മർക്കോസ് 9:1 ഇതിൽ നിന്ന് വേറിട്ടൊരു ചിന്തയാണിത്. വായിച്ചാട്ട്. മർക്കോസ് 9:1 പിന്നെ അവൻ അവരോട്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കൃത്യമായൊരു വാക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുന്നു. ആ വാക്ക് എത്ര പേർ ശ്രദ്ധിച്ചു? വളരെ തർക്കങ്ങളൊരു ഭാഗമാണ്. ഈസിയായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ രാജ്യം ശക്തിയോടെ വരുമ്പോൾ എന്തുണ്ട് എന്നവിടെ കാണാം. വായിച്ചാട്ടെ മോളൊന്നോടെ എല്ലാവരും ഒന്ന് എടുത്തിയാ വായിക്കും. ഞാൻ നിങ്ങളോട് ഒരുമിച്ച് വായിക്കുകയാണ്. പിന്നെ അവൻ അവരോട്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. മരണം ആസ്വദിക്കാത്തവർ ഇപ്പോൾ നിപ്പുണ്ടെന്നാ പറഞ്ഞേ. തെറ്റിദ്ധരിക്കല്ലേ ആരും. മരണം ആസ്വദിക്കാത്തവർ അവിടെ നിപ്പുണ്ടെന്ന്. എപ്പോൾ? ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം. ഇതുവരെ ദൈവരാജ്യം ശക്തിയോടെ വന്നോ? ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യമേ പറയുന്നു, ഇന്ന് വരെ ദൈവരാജ്യം ശക്തിയോടെ വന്നിട്ടില്ല. ആമേൻ. ദൈവരാജ്യം ശക്തിയോടെ വന്ന ഒരൊറ്റ വാക്യം ബൈബിളിലില്ല. ഹല്ലേലൂയ. ഈ അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഞാൻ എഴുതിയ പുസ്തകം നിങ്ങൾ വായിച്ചു കാണുമെന്ന് എനിക്കറിയില്ല. തിയോക്രാറ്റിക് കിങ്ഡം, ദൈവാധിപത്യ ഭരണം, ദൈവാധിപത്യ രാജ്യത്തെക്കുറിച്ച് കൃത്യമായൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 364 പേജ്. അതിനകത്ത് ഇത് കൃത്യമായി എഴുതിയിട്ടുമുണ്ട്. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. മരിക്കുന്നത് വേറെ, മരണം ആസ്വദിക്കുന്നത് വേറെ. മരിക്കുന്നത് വേറെ, മരണം ആസ്വദിക്കുന്നത് വേറെ. ഇത് രണ്ടായിട്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നു മരണം ആസ്വദിക്കാത്തവർ. അതിന് കാരണം എന്താ? ഇന്ന് ദൈവമക്കൾ മരിക്കുകയാണെങ്കിൽ അവർ മരണം ആസ്വദിക്കുന്നില്ല. മരണത്തിൻ്റെ കയ്പും പരിപാടി ഒന്നും ആസ്വദിക്കുന്നില്ല. അവർ സന്തോഷത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് പോവുക. പ്രൊമോഷനാണ്. ആമേൻ. പ്രൊമോഷനാണ് അവർക്ക്. അവർ സന്തോഷത്തോടെയാണ് പോകുന്നത്, കണ്ണുനീരോടെയല്ല പോകുന്നത്. അവർ സന്തോഷത്തോടെ യേശുവിൻ്റെ അടുക്കൽ പോവുക, സന്തോഷത്തോടെ പിതാവിൻ്റെ അടുക്കൽ പോവുക, സന്തോഷത്തോടെ നിത്യരാജ്യത്തിലേക്ക് പോവുക, സന്തോഷത്തോടെ സ്വർഗരാജ്യത്തിലേക്ക് പോവുക, നിലനിൽക്കുന്ന നിത്യമായ സ്വർഗങ്ങളിലേക്ക് പോവുക. അത് സങ്കടത്തോടെയാണ് പോവുക. സ്തോത്രം. ഒരിക്കലുമല്ല. അപ്പം മരണം ആസ്വദിക്കാത്തവർ അവിടെയുണ്ട്. ആസ്വദിക്കുന്ന ഒരാളുണ്ട് അതിനകത്ത്. 12 ശിഷ്യന്മാരിൽ ഒരുത്തൻ മരണം ആസ്വദിച്ചു. അവൻ്റെ പേരാണ് യൂദ. ബാക്കി 11 പേര് മരണം ആസ്വദിച്ചില്ല. അവരുടെ മരണമൊക്കെ കൃത്യമായ ഒരു കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത മരിച്ചത്. ചരിത്രം പറയാൻ ഇപ്പോൾ ടൈം എടുക്കുന്നില്ല ഞാൻ. നമുക്കൊരു കാര്യം ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മരണം ക്രിസ്തുവിൽ ധന്യമാണ്, ഞാൻ ക്രിസ്തുവിൽ മരിക്കുന്നത് ലാഭമാണ് എന്ന് പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? പൗലോസ് അതാ പറഞ്ഞു, എനിക്ക് മരണം ലാഭമാണ്, എനിക്ക് മരണം നേട്ടമാണ്, എനിക്ക് മരണം കൊയ്ത്താണ്, എനിക്ക് മരണം വലിയ അനുഗ്രഹമാണ്. ഇന്ന് ലോകത്തോട് യാത്ര പറഞ്ഞാൽ ഞാൻ ചെല്ലുന്നത് അരുമനാഥൻ്റെ അടുക്കലാണ്. എന്നെ കാത്തു നിൽക്കുന്ന അരുമനാഥൻ്റെ അടുക്കൽ, എന്നെ കാത്തു നിൽക്കുന്ന പിതാവിൻ്റെ അടുക്കൽ, ലക്ഷോലക്ഷം ദൂതന്മാരുടെ അടുക്കൽ.
പ്രൈസ് ഗോഡ്, നമ്മൾ ചെല്ലാൻ പോകുകയാണ്. അപ്പോൾ ഒരിക്കലും ഇവിടെ മരണം ആസ്വദിക്കുന്നില്ല. നമ്മൾ മരണം ആസ്വദിക്കാതെ സന്തോഷത്തോടെ ഇവിടുന്ന് പോവുകയാണ്. പാട്ട് പാടാൻ നേരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഭംഗിയായിട്ട് പാട്ട് പാടിയാനേ. എൻ്റെ ശബ്ദം മോശമായതുകൊണ്ട് നിങ്ങൾ ഓടും. കർത്താവിൻ്റെ ദാസൻ റെജി പാസ്റ്റർ ഇരുന്ന് കരയുകയും ചെയ്യും, വിഷമിക്കുകയും ചെയ്യും. അദ്ദേഹം പാടാതിരുന്നെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു എന്നവർ ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. സുനിൽ എപ്പോഴെങ്കിലും പാടട്ടെ. ഒരേ ഒരു ചോദ്യം, നമ്മുടെ കർത്താവ് നമ്മളെ വിളിക്കുകയാണെങ്കിൽ ഇന്ന് സന്തോഷത്തോടെ പോകാനിരിക്കുന്നവർ എത്ര പേരുണ്ട്? ഒരു അമ്മച്ചിയെ എനിക്ക് കുറിച്ച് കേട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും 7:30 മണിയാകുമ്പോൾ അമ്മച്ചി ശക്തമായി പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ കാഹള ശബ്ദം ഒന്ന് കേട്ടെങ്കിൽ, നിന്റെ കാഹള ശബ്ദം ഒന്ന് കേട്ടെങ്കിൽ. ഇങ്ങനെ കേട്ട് 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 അമ്മച്ചിയുടെ മകളുടെ കൊച്ചൻ അവിടെ ഉണ്ടായിരുന്നു. അവനൊരു കാഹളം പോലത്തെ സാധനം ഉണ്ടാക്കി 2ാമത്തെ നിലയിലിരുന്നു. 7:30 മണിയായപ്പോൾ അമ്മച്ചി പറഞ്ഞു, കർത്താവേ നിന്റെ കാഹള ശബ്ദം ഒന്ന് കേട്ടെങ്കിൽ. ഇവൻ ആ കാഹള ഒരൊറ്റ ഊത്ത. ഉടനെ അമ്മച്ചി പറയും, ഇപ്പോൾ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മുടെ ചില വ്യക്തികളുടെ ഇരിപ്പ് കണ്ടിട്ട് കർത്താവ് ഇപ്പോഴൊന്നും വരില്ല എന്ന മട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചില വ്യക്തികൾ അല്ലേ? അങ്ങനെയല്ല, നമുക്ക് എപ്പോഴും ഒരുങ്ങിയിരിക്കേണ്ടതാണ് നമ്മുടെ കർത്താവിൻ്റെ വരവ്. നമുക്ക് സന്തോഷത്തോടെ പോകാനിരിക്കുകയാണ്. ഇന്ന് വിളിച്ചാൽ സന്തോഷത്തോടെ പോകും, നാളെ വിളിച്ചാൽ സന്തോഷത്തോടെ പോകും. അപ്പോൾ മരണം ആസ്വദിക്കാത്തവർ 11 പേര് അവിടെയുണ്ട്. ആസ്വദിക്കുന്ന ഒരുത്തൻ യൂദയാണ്. അങ്ങനെയാണെങ്കിൽ ശക്തിയോട് വരുന്നത് എപ്പോഴാണ്? അതിനെക്കുറിച്ച് ഒരു വാക്യമെങ്കിലും നിങ്ങൾ വായിച്ചില്ലെങ്കിൽ ഒക്കുകയില്ലല്ലോ. ഒന്നെടുത്തേൻ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ? റെവലേഷൻ ചാപ്റ്റർ 12 verse 10. Read in English. And I heard a great voice in heaven saying, now is come the salvation and the power and the kingdom of our God and the authority of his Christ, for the accuser of our brethren is cast down. 4 കാര്യങ്ങൾ ഒരുമിച്ചാ വരുന്നേ. ഒന്നുകൂടെ വായിക്കാം മോനെ. 4 കാര്യങ്ങൾ ഒരുമിച്ചാ വരുന്നേ. വായിച്ചു നോക്കിയേ. Now is come the salvation and the power and the kingdom of God and the authority of his Christ. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? ആ 4 കാര്യങ്ങൾ വരും മുമ്പ് ഒരു കാര്യം നടക്കേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. 4 കാര്യങ്ങൾ വരും മുമ്പ് ഒരു കാര്യം നടക്കേണ്ടതുണ്ട്. നമ്മൾ ഇവിടുന്ന് പോകുന്നത് അത് നടക്കേണ്ടത് ആദ്യം. ആമേൻ. അവൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമം അത് നടക്കണം. അത് നടന്നു കഴിഞ്ഞ ശേഷമേ ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് വരികയുള്ളൂ. അങ്ങനെയെങ്കിൽ യഹോവയുടെ ദിവസം, യഹോവയുടെ നാമം, ദൈവത്തിൻ്റെ രാജ്യം ഇതെല്ലാം ഒന്നിച്ചു വരുന്നത് ഒരു ദിവസത്തിലാണ്. ആ ഒരു ദിവസത്തിനാണ് ഇവിടെ പ്രാധാന്യം. ആ ദിവസം ഏതാണ്? യഹോവയുടെ ദിവസം. അപ്പോൾ യഹോവയുടെ ദിവസം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലമാണ് എന്നൊരു ചോദ്യമുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് കടക്കേണ്ടതുണ്ട്. ഒന്ന് വായിക്കാമോ? Jesus Christ, the day of Christ, our Lord, and the kingdom of God with power come together. യേശുക്രിസ്തുവും ക്രിസ്തുവിന്റെ അഥവാ കർത്താവിന്റെ ദിവസവും ശക്തിയോടെ ദൈവരാജ്യവും ഒന്നിച്ചു വരുന്നു. ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് എപ്പോഴൊക്കെ എന്നുള്ള വേറെ കാര്യമാണ്. വരുന്നത് ഒരുമിച്ച, എന്നാൽ ഭൂമിയിൽ അത് പ്രത്യക്ഷപ്പെടുന്ന സമയം രംഗങ്ങൾ വെവ്വേറെയാണ്. അത് നമുക്ക് പിന്നാലെ കൃത്യമായി കാണാം ബൈബിളിൽ അതിനെക്കുറിച്ച്. ഇത് കൂടി ഒന്ന് വായിക്കണേ എല്ലാവരും. Fourth age, hour of temptation, and fifth age, millennium. Fourth and fifth ages, the day of the Lord, within 1007 years, 25 events. 25
സുപ്രധാന സംഭവങ്ങൾ ക്രിസ്തുവിൻ്റെ ദിവസത്തിൻ്റെ ആദ്യ സമയത്ത് നടക്കാനുണ്ട്. ആ സുപ്രധാന സംഭവങ്ങളെക്കുറിച്ചുള്ള സ്റ്റഡി നമ്മൾ ആരംഭിക്കുകയാണ്. മലയാളം വായിച്ചോളൂ. നാലാം യുഗം പരീക്ഷാകാലം 7 വർഷം, 5-ാം യുഗം 1000 ആണ്ട്. കർത്താവിന്റെ ദിവസം 4-5 യുഗങ്ങൾ. യുഗങ്ങൾ 1007 വർഷത്തിനുള്ളിൽ 25 സുപ്രധാന സംഭവങ്ങൾ. യുഗം 4 നിരവധി യുദ്ധങ്ങൾ. യുഗം 5 സഹസ്രാബ്ദ ഭരണം. ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ അകത്തേക്ക് വന്നെങ്കിലാണ് പഠനം നന്നായി പോവുക. ഞാൻ പറഞ്ഞുതരാം. പരീക്ഷാകാലം എന്ന് പറയുന്നത് 7 കൊല്ലമാണ് ബൈബിളിൽ. തർക്കമറ്റ 7 കൊല്ലമാണ്. തെളിയിക്കാൻ പറ്റില്ലെന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൃത്യമായി പറയുന്നു, 7 വർഷം തന്നെയാണ് പരീക്ഷാകാലം. ആ 7 വർഷത്തിനുള്ളിൽ ഇവിടെ നടക്കാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ച് ഒരു വാക്കൊന്ന് പറയട്ടെ. അമൻഗോഗ് മുതൽ ഹർമഗദ്ദോൻ വരെയുള്ള യുദ്ധങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഹമൻഗോഗ് മുതൽ ഹർമഗദ്ദോൻ വരെ ഞാൻ പിന്നീട് എഴുതി കാണിക്കും. അത് യുദ്ധങ്ങളുടെ വലിയൊരു സമയമാണ് ഈ പറയുന്ന പരീക്ഷാകാലം. ഹർമഗദ്ദോനോടുകൂടെ പരീക്ഷാകാലം തീരും. പിന്നെ 1000 കൊല്ലമാണ്. 1000 കൊല്ലം തീർന്നു കഴിയുന്നത് ഗോഗ് മാഗോഗ് യുദ്ധമാണ്. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഹമൻഗോഗ് മുതൽ അർമഗദ്ദോൻ വരെയാണ് യുദ്ധങ്ങൾ. അത് പരീക്ഷാകാലത്തിലാണ്. ആ പരീക്ഷാകാലമാണ് തിരിസ്തീസ് ടീസ് മെക്കാലീസ് ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് പറയുന്നത്. ബീബൽസുമായ കഷ്ടമുള്ള വലിയ കഷ്ടം നിറഞ്ഞ പരീക്ഷാകാലം. അത് ഭൂലോകം മുഴുവൻ കഷ്ടമാണ്. ആ കഷ്ടകാലത്ത് ഇവിടെ വായിച്ച നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ശക്തി, ദൈവരാജ്യം, രക്ഷ, കർത്താവിൻ്റെ ആധിപത്യം ഒരുമിച്ച് വരുന്നു. ഞാൻ നിങ്ങളോട് തുറന്നു ചോദിക്കുന്നു, കഷ്ടം തിങ്ങി നിൽക്കുന്ന സമയത്ത്, നിറഞ്ഞു നിൽക്കുന്ന സമയത്ത്, വിളഞ്ഞു നിൽക്കുന്ന സമയത്ത്, തുള്ളി നിൽക്കുന്ന സമയത്ത് എൻ്റെ കർത്താവിന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടോ? ഉണ്ട്. ഇന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയട്ടെ, 72 സംഭവങ്ങൾ ഒന്നിച്ചു വരുന്ന സമയമാണ് പരീക്ഷാകാലം. ആ പരീക്ഷാകാലത്തിലെ സംഭവങ്ങൾ ഇവിടെ ഉറഞ്ഞു തുള്ളുന്ന സമയത്താണ് ശക്തിയോട് ദൈവരാജ്യം വരുന്നത്, ക്രിസ്തു വരുന്നത്. പ്രൈസ് ഗോഡ്. ദൈവരാജ്യത്തോട് കൂടെ രക്ഷ വരുന്നത്, അതോടൊപ്പം ആധിപത്യം വരുന്നത്. ഇവിടെ വലിയൊരു ദൂതാണ്. കഷ്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് കഷ്ടങ്ങളിലേക്ക് നോക്കി വലിയ തോതിൽ അടിമപ്പെട്ട് അധമതിക്കരുത്. വ്യക്തമായി ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന വലിയൊരു പ്രോഗ്രാം തന്നെയുണ്ട്. ആ പദ്ധതി നിന്നിൽ നിറവേറുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കിങ്ഡം വരുന്നു. ദ കിങ്ഡം ഓഫ് ഗോഡ് വരുന്നു. അപ്പോൾ തന്നെ അതോറിറ്റി ഓഫ് ക്രൈസ്റ്റ് വരുന്നു, സാൽവേഷൻ വരുന്നു, പവർ ഓഫ് കിങ്ഡം വരുന്നു. ഞാൻ വിശദമായി പിന്നീട് പറയാം. ഒരേ ഒരു ദൂത് ഇന്ന് നിങ്ങളുടെ അകത്തിരിക്കണം. നിങ്ങളുടെ വീടിന് ചുറ്റും, വീടിനുള്ളിലും ഇറങ്ങില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന കഷ്ടങ്ങളുടെ വലിയ പ്രസരം അവിടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം എഴുതി വയ്ക്കണം. ഇതേ സ്ഥലത്ത് തന്നെ കസേര വയ്ക്കുന്ന എൻ്റെ കർത്താവ് ഉണ്ടെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? എനിക്ക് വേണ്ടി അവിടെ ശക്തിയോടെ രാജ്യം ഇറക്കി തരുന്ന എൻ്റെ കർത്താവ് ജീവിക്കുന്നു. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. എവിടെയൊക്കെ കഷ്ടം ഉറഞ്ഞു തുള്ളുന്നുണ്ടോ അവിടെയെല്ലാം ദൈവരാജ്യത്തിൻ്റെ ശക്തി എനിക്ക് വേണ്ടി ഇറക്കുന്ന കർത്താവിന് കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ആ വിടുതൽ വേണം എന്നാഗ്രഹമുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു വിടുതൽ വേണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഒരു വാക്ക് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ.
വലിയ പ്രതിസന്ധികൾ ഉറഞ്ഞു തുള്ളുന്നൊരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ വീട്ടിലെ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല എന്ന് വാദിക്കുന്ന കഷ്ടങ്ങളുടെ, വേദനകളുടെ, പ്രതിസന്ധികളുടെ വലിയൊരു വേലിയേറ്റമാണെങ്കിൽ ധൈര്യമായി എഴുതി വയ്ക്കാം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു പ്രൊജക്റ്റ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈജിപ്തിൽ നിങ്ങൾ കണ്ടതാണ്, ഇരുമ്പ് തീച്ചുള എന്നാണ് അതിൻ്റെ പേര്. ആ ഇരുമ്പ് തീച്ചുളയിലാണ് എൻ്റെ ദൈവം ഒരു രാഷ്ട്രം സ്ഥാപിച്ചത്. നമ്മുടെ വിഷയത്തിലേക്ക് വരട്ടെ. ഇസ്രായേലിനെ വിശുദ്ധ രാഷ്ട്രമാക്കി രൂപപ്പെടുത്തിയെടുക്കുന്നത് ഈ കഷ്ടങ്ങൾ അവിടെ നൃത്തം വയ്ക്കുമ്പോഴാണ്. ആമേൻ. എൻ്റെ ദൈവം അവർക്ക് വേണ്ടി അത് ചെയ്യാൻ പോകുകയാണ്. നമ്മൾ പഠിച്ചു നിർത്തിയ അതാണ്. ഒരു ഹല്ലേലൂയ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. അവരുടെ നേരെ വലിയ കഷ്ടങ്ങൾ, തിരകൾ കയറി വരാൻ പോവുകയാണ്. അത് അവരറിയുന്നില്ല. അതിനാണ് ഒഡീൻ എന്ന് മത്തായി സുവിശേഷത്തിൽ യേശു പറഞ്ഞത്. ഈറ്റുനോവ്, അവർക്കുള്ള ഈറ്റുനോവ് വരാൻ പോവുക. ആ ഈറ്റുനോവിൽ ദൈവം അവരെ വിശുദ്ധ രാഷ്ട്രമാക്കി തീർക്കാൻ പോവുകയാണ്. ആമേൻ. ഏതെങ്കിലും പ്രതിസന്ധികൾ നിങ്ങളെ പിടിച്ചു നിർത്തി അറസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉറക്കെ പറ, യഹോവ വരുന്നുണ്ട്, അവൻ്റെ നാമം വരുന്നുണ്ട്, അവൻ്റെ ദിവസം എനിക്ക് വേണ്ടി വരുന്നുണ്ട്. എനിക്ക് വേണ്ടി ശക്തി വരുന്നുണ്ട്, എനിക്ക് വേണ്ടി രാജ്യം ഇറങ്ങുന്നുണ്ട്. ഇത് വിശ്വസിക്കുന്നവരെല്ലാം കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്, ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്യുന്നുണ്ട്. വലിയ വേദനയോടെ നോക്കിയിരിക്കുന്ന നിങ്ങളോട് ഉറക്കെ പറയുന്നു, എൻ്റെ കർത്താവ് അത് ചെയ്തിരിക്കും. ആമേൻ. ദൈവം നമ്മളെ ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. ശക്തമായ വചനം ദൈവം നമുക്ക് തന്നു. ഒരു നിമിഷം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്നത്തെ ദൂത് ദൈവം എന്നോട് ഇടപെട്ടു, എനിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ ജീവിതത്തിൽ വ്യക്തമായി ദൈവം സംസാരിച്ചു എന്ന് ബോധ്യമുള്ളവർ കൈകൾ ഉയർത്തിപ്പിടിക്കാം. ഒരു വാക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളിൽ ഇറങ്ങി വരുന്ന 4 അനുഭവങ്ങൾ, 4 അനുഭവങ്ങൾ, ചതുഷ്ട അനുഭവങ്ങളുടെ കലവറയാക്കി നിന്റെ കഷ്ടത്തെ ദൈവം തീർക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? അത് സംഭവിക്കാൻ പോകുകയാണ്. അത് ഇന്ന് സംഭവിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വ്യക്തമായി ദൈവാത്മാവ് ഇടപെട്ടതിനാൽ സ്തോത്രം. 72 സംഭവങ്ങളുടെ തിരതള്ളുന്ന വലിയ പ്രതിസന്ധികളുടെ കുരുക്കിൽപ്പെടുമ്പോഴും ദൈവത്തിന് ആഗ്രഹമുള്ളത് ഒരു വിശുദ്ധ രാഷ്ട്രമായി അവർ തീരണമെന്ന്. ആ വലിയ ആഗ്രഹത്തിനായി സ്തോത്രം. അതിനുവേണ്ടി കർത്താവ് ഇറക്കി വിടുന്ന 4 കാര്യങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ വായിച്ചല്ലോ. അതിന് വിശാലത കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാത്രി ആ കരങ്ങൾ ഉയർത്തി യൂട്യൂബിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വലിയ വേദനയോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ ദൂതിന്മേൽ ഒരു വിടുതൽ കർത്താവ് അയക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങൾ വിടുതൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു വിടുതൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗം ആ കാര്യത്തിൽ ഇടപെട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കണ്ണീരില്ലാത്ത രാജ്യത്തിൽ നാം എണ്ണി തീരാത്ത ദൂതരുമാ. കണ്ണീരില്ലാത്ത രാജ്യത്തിൽ നാം എണ്ണി തീരാത്ത ദൂതരുമായി വാഴും നിത്യയുഗം രാജാധിരാജന്റെ നിർമ്മല കാന്തയായി. വാഴും നിത്യയുഗം രാജാധിരാജന്റെ നിർമ്മല കാന്തയായി.